അതായത് ഓസ്ട്രേലിയയിലെ ജോബ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ്റെ വെബ്സൈറ്റാണ് www.immi.gov.au. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സ്കിൽ കാറ്റഗറി നമുക്ക് കിട്ടും. ആ സ്കിൽ കാറ്റഗറിയിലുള്ള ഏത് ലിസ്റ്റിലുള്ള സ്കില്ലിൽ ഉള്ള ആൾക്കാർക്കും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ സ്കില്ലിൻ്റെ ഷോർട്ടേജ് അനുസരിച്ച്, അതായത് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സ്കിൽ അസസ് ചെയ്തതിന് ശേഷം EOI അപ്ലൈ ചെയ്യണം. EOI എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സ്കിൽ ഷോർട്ടേജ് അനുസരിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തീരുമാനിക്കും ഏത് പോയിൻ്റ് ഉള്ളവർക്ക് PR അപ്ലൈ ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൈഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏത് ട്രേഡാണെങ്കിലും കാലാകാലങ്ങളിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തിൻ്റെ സ്കിൽ ഷോർട്ടേജ് അനുസരിച്ച് ഒരുപാട് ഷോർട്ടേജ് ഉള്ളവർക്ക് കുറഞ്ഞ പോയിന്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയും വലിയ ഷോർട്ടേജ് ഇല്ലാത്ത ട്രേഡുകൾക്ക് കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ എല്ലാ ട്രേഡുകളിലും ഉള്ള ആൾക്കാർക്കും മൈഗ്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പോയിന്റ് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കാലതാമസം വെയിറ്റ് ചെയ്താലാണ് EOI കിട്ടുള്ളൂ. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റേണ്ടതാണ്.